പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വിക്രത്തെ അവിടെ നിന്ന് വേദ രക്ഷിക്കുകയാണ്. എന്നിട്ട് ജോസഫിൻ്റെ അടുത്ത് പറയുകയാണ്, ഈ കാര്യം ആരോടും പറയില്ല, ഞാനാണ് വിക്രത്തെ കൊണ്ടുപോയെന്നോ ആരോടും പറയണ്ട, രാജേട്ടനും അനിയൻകുട്ടനും പോലും അറിയണ്ട എന്ന് പറയാണ്. ജോസഫ് പറയാണ്, ശരി പറയത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ജോസഫിൻ്റെ ഇന്ന് ഫോൺ വാങ്ങിക്കുന്നുണ്ട്. വിക്രത്തിൻ്റെ ഫോണിങ് വാങ്ങിച്ചിട്ട് പറയാണ്, ആവശ്യമില്ലാതെ ഈ ഫോണിലേക്ക് വിളിക്കുക വേണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക, പിന്നെ ഞാൻ എടുത്തില്ലെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും തിരിച്ച് വിളിച്ചോളൂ, അന്നേരം സംസാരിച്ചാൽ മതി എന്ന് വേദയാണെങ്കിൽ ജോസഫിനടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ വിക്രത്തെയും കൊണ്ട് വേദ പോകാനായിട്ട് ഒരുങ്ങുവാണ്. ജോസഫും കൂടെ സഹായിച്ച് വിക്രത്തെ കാറിൽ കയറ്റുന്നുണ്ട്. വേദയാണെങ്കിൽ പോകുന്ന വഴിയിൽ ഇഷിതയെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇഷിത പറയുന്നുണ്ട്, ഞാനിപ്പോൾ തിരുവനന്തപുരത്തുണ്ട്, നീ നേരെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറയുന്നുണ്ട്. അങ്ങനെ വിക്രത്തെ നേരെ ഇഷിതയുടെ വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത്. ഇഷിതയും വേദയും കൂടെ വിക്രത്തെ പിടിച്ചു റൂമിലേക്ക് കൊണ്ടുപോവാണ്. അപ്പം വേദന കാരണം വിക്രത്തിന് ഒരു പൊടി വയ്യ. വിക്രം കരയുകയാണ്. വേദയ്ക്കാണെങ്കിൽ നല്ല സങ്കടം വരുന്നുണ്ട്. വേദയാണെങ്കിൽ വിക്രത്തെ തടവിയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ ഇഷിതയാണെങ്കിൽ വന്ന് ബുള്ളറ്റ് പതുക്കെ പുറത്തെടുക്കുന്നുണ്ട്. വേദന കാരണം വിക്രം ഉറക്കെ കരയുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്ക് വേദയ്ക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. അങ്ങനെ ഇഷിത ബുള്ളറ്റ് പുറത്തെടുത്ത് അവിടെ മരുന്നൊക്കെ വെച്ച് കെട്ടുന്നുണ്ട്. അങ്ങനെ വിക്രത്തിന് കുറച്ച് ആശ്വാസമാവുന്നുണ്ട്. അങ്ങനെ വിക്രത്തെ അവിടെ പിടിച്ച് കിടത്തുന്നുണ്ട്. വേണ്ടുന്ന മെഡിസിൻ എല്ലാം ഇഷിത കൊടുക്കുന്നുണ്ട്. വേദയ്ക്കാണെങ്കിൽ നല്ല ടെൻഷനുണ്ട്. ഇനി ഹോസ്പിറ്റലിലേക്കാണ് മാറ്റണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇഷിത പറയുകയാണ്, കുഴപ്പമില്ല, ഇപ്പോഴെല്ലാം ഓക്കെ ആയിട്ടുണ്ട്, പിന്നെ ഈ മുറിവ് ഉണങ്ങേണ്ട ഒരു താമസമുണ്ട്, പിന്നെ വേദനയും കാണുമല്ലോ എന്നും പറഞ്ഞ് ഇഷിത അങ്ങ് പുറത്തേക്ക് പോവുകയാണ്. വിക്രം അവിടെ കിടക്കുന്ന കാണുമ്പോൾ വേദ അടുത്തിരുന്ന് വിക്രത്തിന് തലയിൽ ഇങ്ങനെ തടവി കൊടുക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, വിക്രം വിക്രം എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ വിക്രം മൂളുന്നുണ്ട്. എങ്ങനെയുണ്ട് വിക്രം, ഇപ്പം ഇച്ചിരി വേദന കുറവുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം വിക്രം പറയാണ്, ആ ഉണ്ട്. വേദ പറയാണ്, വിക്രമേ ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങിക്കോ. അങ്ങനെ വിക്രം അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ വേദ ഇറങ്ങി പുറത്തേക്ക് പോവുകയാണ് ഇഷിതയുടെ അടുത്തേക്ക്. അപ്പോൾ ഇഷിത ചോദിക്കുകയാണ്, വിക്രത്തിന് എന്താ സംഭവിച്ചേ, എങ്ങനെയാണ് വെടികൊണ്ടേ എന്നൊക്കെ ഇഷിത വേദയെടുത്ത് ചോദിക്കുകയാണ്. അപ്പം വേദ പറയാണ്, അത് വാസവൻ്റെ മോനെ കൊന്ന കാര്യം നീ അറിഞ്ഞല്ലോ, അത് വിക്രമാണെന്നാണ് പറയുന്നത്. ഇലക്ഷൻ പ്രചരണയുടെ ഇടയ്ക്ക് എങ്ങനെയോ സംഭവിച്ചതാണ്, പക്ഷേ അത് വന്നത് വിക്രത്തിൻ്റെ തലയിലാണ്. വിക്രം അത് ചെയ്തിട്ടില്ല, അത് എനിക്ക് ഉറപ്പാണ്. അപ്പം ഇഷിത പറയാണ്, ആരാ ചെയ്തതെന്ന് അറിയാവോ എന്ന് ചോദിക്കണം. അപ്പോൾ വേദ പറയാണ്, ഇല്ല, ആരാ ചെയ്തതെന്ന് അറിഞ്ഞൂടാ, പക്ഷേ വാസവൻ വിചാരിച്ചേക്കുന്നത് വിക്രമാണ് കൊന്നേന്ന്. അതുകൊണ്ട് വാസവനാണെങ്കിൽ വിക്രത്തെ പിടിക്കാൻ നടക്കുകയാണ്. അപ്പം വിക്രം ഇപ്പോൾ ഒളിവിലായിരുന്നു. അവിടെ ചെന്നാണ് വാസവൻ വിക്രത്തെ വെടിവെച്ചത്. കൊല്ലാൻ വേണ്ടി തന്നെ നോക്കിയതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചേട്ടനും കളിക്കുന്നുണ്ട് എന്ന് പറയുന്ന. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് നിൻ്റെ സഹായം ചോദിച്ചതെന്ന് വേദ പറയുകയാണ്. മാത്രമല്ല പുറത്തെവിടെയെങ്കിലും വെച്ച് വിക്രത്തെ കണ്ടു കഴിഞ്ഞാൽ ആ വാസവൻ്റെ ആൾക്കാർ വിക്രത്തെ കൊല്ലുകയും ചെയ്യും എന്ന് വേദ പറയുന്നുണ്ട്. അപ്പോൾ ഇഷിത പറയാണ്, ചുരുക്കം പറഞ്ഞാൽ വിക്രത്തിന് ഇപ്പം പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ആ വരുണിൻ്റെ യഥാർത്ഥ കൊലയാളി ആരാന്ന് കണ്ടുപിടിച്ചാലേ വിക്രത്തിന് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ എന്ന് ഇഷിത ചോദിക്കുകയാണ്. വേദ പറയാണ്, അത് തന്നെ, ഇനി വിക്രത്തിന് പുറത്തിറങ്ങണമെങ്കിൽ ആ വരുണിൻ്റെ കൊലയാളിയെ കണ്ടെത്തണം എന്ന് വേദ പറയാണ്. ഇവരെ നിൻ്റെ പ്ലാൻ എന്താണ് എന്ന് ഇഷിത ചോദിക്കുകയാണ്. വിക്രത്തെ എങ്ങോട്ടെങ്കിലും മാറ്റണം. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങോട്ട് മാറ്റാൻ, പിന്നെ ഈ നാട്ടിലെവിടെ ഇറങ്ങിയാലും വിക്രത്തെ വാസവൻ്റെ ആൾക്കാർ പിടികൂടുമെന്നല്ലേ നീ പറഞ്ഞത്, പിന്നെ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ്. അപ്പം വേദ പറയാണ്, എനിക്കൊരു എത്തും പിടിയില്ല, പക്ഷേ വിക്രത്തിന് വാസവൻ്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റത്തില്ല എന്ന് വേദ പറയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് പറയാണ്. അപ്പം ഇഷിത പറയാണ്, എന്തായാലും വിക്രത്തിന് തന്നെയൊന്നും പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ഒരു കാര്യം ചെയ്യും, വിക്രം ഇവിടെ നിൽക്കട്ടെ, ഇവിടെ ഇങ്ങനെ ഒരാൾ ഉണ്ടെന്ന് ആരും അറിയാനും പോകുന്നില്ല. അപ്പം വേദ വയ്ക്കുകയാണ്, അപ്പം നിൻ്റെ ഹസ്ബൻഡോ, അത് കുഴപ്പമില്ല, ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞോളാം എന്ന് ഇഷിത പറയുന്നുണ്ട്. ആവുമ്പോൾ മുറിവിൽ ഡ്രസ്സ് ചെയ്ത് കൊടുക്കാൻ എനിക്ക് പറ്റുകയും ചെയ്യും, പിന്നെ ഇപ്പം വിക്രത്തിന് വേണ്ടുന്ന റെസ്റ്റാണ്, അതാകുമ്പം ഇവിടെ ആകുമ്പം അത് നന്നായിട്ട് നടക്കുകയും ചെയ്യും എന്ന് ഇഷിത വേദയെടുത്ത് പറയാണ്. അപ്പോൾ നീ എനിക്ക് ചെയ്തു തരുന്ന ഈ സഹായം വലിയൊരു സഹായമാണെന്ന് വേദ ഇഷിതയെടുത്ത് പറയാണ്. അപ്പോൾ ഇഷിതയും വേദയും കൂടെ വിക്രത്തെ ഇഷിതയുടെ വീട്ടിൽ ഒളിപ്പിക്കാൻ തീരുമാനമാവുകയാണ്. ഈ സമയത്ത് വാസവനാണെങ്കിൽ എല്ലായിടത്തും വിക്രത്തെ തിരക്കി കിടക്കുന്നുണ്ട്, പക്ഷേ വിക്രത്തെ എങ്ങൊന്നും കിട്ടുന്നില്ല. അങ്ങനെ വേദയാണെങ്കിൽ വീണ്ടും വിക്രത്തിൻ്റെ അടുത്തിട്ട് വരികയാണ്. അപ്പം വിക്രമാണെങ്കിൽ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. വേദ വന്ന് കുറേ നേരം അടുത്തിരിക്കുകയാണ്. അടുത്തിരുന്ന് എന്നെ വിക്രത്തെ തന്നെ നോക്കുന്നുണ്ട്. അപ്പം വേദയ്ക്ക് വിഷമം വന്ന് കണ്ണൊക്കെ നിറയുന്നുണ്ട്. ഈ സമയത്ത് വിക്രം ഉണരുന്നുണ്ട്. വിക്രം നോക്കുമ്പോൾ വേദ അടുത്തിരിക്കുന്നു. ഉടനെ വേദ ചോദിക്കുന്നുണ്ട്, ഇപ്പം വേദനയൊക്കെ കുറവുണ്ടോ വിക്രം എന്ന് ചോദിക്കുകയാണ്. അപ്പം വിക്രം പറയുന്നുണ്ട്, ഉണ്ട് എന്ന് പറയുന്നു. എങ്ങനെ ആ സമയത്ത് അവിടെ വന്നെന്ന് ചോദിക്കുകയാണ്. വേദ പറയാണ്, അതൊന്നും നിങ്ങളിപ്പോൾ ആലോചിക്കണ്ട, ഇപ്പോൾ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങും, വേദനയൊക്കെ കുറച്ച് കുറയട്ടെ എന്ന് വേദ പറയാണ്. അപ്പം വിക്രം പറയാണ്, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ, നിന്നോട് ആര് പറഞ്ഞു ഞാൻ അവിടെ വെടി കൊണ്ട് കിടക്കുകയാണെന്ന്, നീ എന്തിനാ അങ്ങോട്ട് അന്നേരം വന്നേ എന്ന് ചോദിക്കുകയാണ്.
അത് വാസവൻ നിങ്ങളെ തിരക്കി വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഞാനാണ് ജോസഫിനെ വിളിച്ച് പറഞ്ഞത്. അതുകൊണ്ടാണ് ജോസഫ് അങ്ങോട്ട് ഓടി വന്നത്. ഞാൻ കുറേ വട്ടം നിങ്ങളെ വിളിച്ചായിരുന്നു, പക്ഷെ നിങ്ങൾ ഫോൺ എടുത്തില്ല. അങ്ങനെ നിങ്ങളെ തിരക്കി ഞാൻ വന്നതാണ് എന്ന് വേദ പറയുകയാണ്. അപ്പം വിക്രം പറയാണ്, നീ എന്തിനാ എന്നെ തിരക്കി വന്നത്? എന്നെ ഉപേക്ഷിച്ച് പോയതല്ലേ, പിന്നെ എന്തിനാ എന്നെ തിരക്കി വന്നത്? എനിക്ക് എന്തെങ്കിലും പറ്റിയായിരുന്നെങ്കിൽ നീ രക്ഷപ്പെട്ടേനല്ലോ, പിന്നെ നിനക്ക് കോടതി കയറി ഇറങ്ങണ്ടായിരുന്നല്ലോ ബോസിന് വേണ്ടി എന്ന് വിക്രം വേദയോട് പറയാണ്. അപ്പം വേദ പറയാണ്, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇപ്പം ആലോചിക്കേണ്ട, നിങ്ങൾ സമാധാനമായിട്ട് അവിടെ കിടക്കാൻ പറയുകയാണ്. ഇത്രയും നാൾ നമ്മൾ ഒരുമിച്ച് താമസിച്ചിട്ട് എന്നെ ഇങ്ങനെയാണല്ലോ നിങ്ങൾ മനസ്സിലാക്കിയതെന്ന് വേദ പറയുകയാണ്. എൻ്റെ ജീവൻ പോയാലും ഞാൻ നിങ്ങളെ രക്ഷിക്കും. അത് വേദയുടെ വാക്കാണെന്ന് വിക്രത്തിനോട് പറയാണ്. അപ്പോൾ വിക്രം ഇങ്ങനെ വേദയെ കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വേദ പറയാണ്, നിങ്ങൾ കിടന്നുറങ്ങിക്കോ, നേരം വെളുക്കുമ്പോഴത്തേക്ക് കുറേ മാറ്റം ഉണ്ടാവും എന്ന് വേദ വിക്രത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അവരെയായപ്പോൾ ശ്രീകാന്ത് വളരെ സന്തോഷത്തിൽ എണീക്കുകയാണ്. എണീച്ചിട്ടുടനെ വാസുവിനെ വിളിക്കുന്നുണ്ട്. എന്തായി കാര്യങ്ങൾ, അവനെ കിട്ടിയോ, അവനെ കൊന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം വാസവൻ പറയുകയാണ്, ഞാൻ അവനെ കണ്ടായിരുന്നു, അവൻ എന്നെ പേടിച്ച് ഓടി രക്ഷപ്പെടാൻ നോക്കിയെന്ന് വാസവൻ പറയാണ്. അപ്പം ശ്രീകാന്ത് പറയുകയാണ്, ഓ അവൻ രക്ഷപ്പെട്ടോ വീണ്ടും എന്ന് ചോദിക്കുകയാണ്. പക്ഷേ അവൻ്റെ പുറകെ തന്നെ ഞാനും പോയി. ഒരു ബുള്ളറ്റ് അവൻ്റെ കാലിൽ കൊണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ അവനെ കണ്ടിട്ടില്ല. അവൻ എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞൂടാ എന്ന് പറയുകയാണ് വാസവൻ. അപ്പം ശ്രീകാന്ത് പറയാണ്, ഇപ്പോൾ ഒരവസരം കിട്ടിയല്ലേ, അവൻ്റെ നെഞ്ചത്ത് തന്നെ വെടിവെക്കാൻ എന്താണെന്ന് ചോദിക്കുകയാണ്. പക്ഷേ അവനെ ഉദ്ദേശിച്ചാണ് പോയത്, ഇനി അവന് ജീവനോടെ ഇരിക്കണ്ട എന്ന് ഉദ്ദേശിച്ചാണ് പോയതെന്ന് വാസവൻ പറയാണ്. പക്ഷേ അവൻ്റെ കാലിലാണ് വെടി കൊണ്ടതെന്ന് വാസവൻ പറയുകയാണ്. അവൻ ഒരുപാട് ദൂരമൊന്നും പോകാൻ പറ്റി കാണത്തില്ല, കാരണം കാലിൽ തന്നെ വെടി കൊണ്ടായിരുന്നു. രാത്രിയിൽ ആ സമയത്ത് അവിടെ അങ്ങ് നോക്കിയിട്ട് കണ്ടില്ല. ശ്രീകാന്ത് പറയാണ്, ഇന്ന് തന്നെ നമുക്ക് ആ സ്ഥലത്തേക്ക് പോകണം എന്ന് പറയണേ. അങ്ങനെ ശ്രീകാന്തും വാസവനും എല്ലാവരും കൂടെ നേരെ വിക്രത്തെ വെടിവെച്ചിട്ട സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടെ വെച്ചാൽ വെടിവെച്ചെന്നൊക്കെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്ഥലമൊക്കെ വാസവൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ എല്ലാം തപ്പുകയാണ്. അതും തപ്പിയിട്ട് വിക്രത്തെ കാണുന്നില്ല. അന്നേരമാണ് ശ്രീകാന്ത് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഒരു കാറിൻ്റെ ടയറിൻ്റെ പാട് കാണുന്നു. അവിടെ ഇരുന്ന് ശ്രീകാന്ത് അത് നോക്കുന്നുണ്ട്. അപ്പോൾ വാസവൻ ചോദിക്കുകയാണ്, എന്താ എന്ന് ചോദിക്കുന്നത്. അത് വാസവൻ ഇന്നലെ വിക്രത്തെ വെടിവെച്ച് കിട്ടിയതിന് ശേഷം ഇവിടെ വേറെ ആരോ വന്നിട്ടുണ്ട്, ആരാണ് വിക്രത്തെ രക്ഷിച്ചുകൊണ്ട് പോയതെന്ന് ശ്രീകാന്ത് വാസവനോട് പറയാണ്. വാസവൻ പറയാണ്, എന്തായാലും അവൻ്റെ കാലിൽ ബുള്ളറ്റ് കൊണ്ടിട്ടുണ്ട്, അതുറപ്പാണ്, അവൻ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണും എന്ന് പറയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, ആ പറഞ്ഞ ശരിയാണ്, അവൻ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ബുള്ളറ്റ് എടുക്കാൻ പറ്റത്തില്ലല്ലോ, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണും, എല്ലാ ഹോസ്പിറ്റലിൽ അരച്ച് പറക്കി കഴിഞ്ഞാൽ ഇന്ന് തന്നെ അവനെ പൊക്കാൻ പറ്റുമെന്ന് ശ്രീകാന്ത് വാസവൻ്റെ അടുത്ത് പറയാണ്. വീണ്ടും വിക്രത്തെ തപ്പി ഇറങ്ങുവാണ് അവരെല്ലാവരും. ശ്രീകാന്തിൻ്റെ ആഗ്രഹം നടക്കാത്തതുകൊണ്ട് ശ്രീകാന്തിന് ഭയങ്കര വിഷമവും ഉണ്ട്. ഈ സമയത്ത് വിക്രം ഇഷിതയുടെ വീട്ടിൽ നല്ല സുരക്ഷിതമായിട്ട് തന്നെ ഇരിക്കുകയാണ്.